എന്നാലും ഇറാനിൽ ഖമനേയി യുഗം അവസാനിച്ച പശ്ചാത്തലമാണ്. വലിയ സ്വത്തിൻ്റെ ഉടമ കൂടിയാണ് ഖമനേയി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 9 കോടിയുടെ സാമ്രാജ്യമാണ് ഖമനേയിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏതാണ്ട് 9 ലക്ഷം കോടി രൂപയുടെ സാമ്രാജ്യം കൂടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നീണ്ട 37 വർഷക്കാലം നീണ്ടുനിന്ന ഒരു ഭരണകാലമുണ്ട് ഖമനേയിയുടെ. ഭരണത്തിൽ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഖമനേയി നേടിയെടുത്ത പശ്ചാത്തലമുണ്ട്. ഇറാനിലെ സാമ്പത്തിക അവസ്ഥയുടെ പൂർണ്ണമായ നിയന്ത്രണം, ഇറാൻ്റെ രാഷ്ട്രീയം, മതം, വ്യവസായമെല്ലാം ഖമനേയിക്കൊപ്പമായിരുന്നു എന്നതുകൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം. എല്ലാം സ്വന്തം കാൽക്കീഴിലാക്കി ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ അദ്ദേഹത്തെ നിയന്ത്രണത്തിലാക്കിയതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി. സമീപകാലത്തെ കണക്ക് പ്രകാരം 95 ബില്യൺ, അതായത് 9 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് ഖമേനിക്കുള്ളത്. ഈ മകൻ, ഇപ്പോൾ പുതിയ പരമോന്നതമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന മകൻ മൊജ്തബയ്ക്കാകട്ടെ 1000 കോടിയിൽ പരം രൂപയുടെ ആസ്തി വിദേശ രാജ്യങ്ങളിലായി ഉണ്ട് എന്ന കണക്കുകൾ കൂടി ഉണ്ട്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ പുറത്തു വരുന്നത്. ആ സാമ്രാജ്യത്തിനൊക്കെ അന്ത്യമാവുകയാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇനിയിപ്പോൾ എന്താകും നീക്കം? എന്തായാലും ഖമേനിയെ കൊലപ്പെടുത്തി അജയ്, അത് വലിയ വിജയമാണ്. ഇനി അടുത്തത് എന്ത്? വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ ആക്രമണം തുടരുമോ, അതോ ഖമേനി കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആക്രമണത്തിൻ്റെ രൂക്ഷത കുറയ്ക്കുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ സംഘർഷങ്ങൾ അത് കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇറാഖിലുള്ള ചില തീവ്ര ഗ്രൂപ്പുകൾ കൂടി ഈ സംഘർഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇറാഖി റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെ ഭാഗമായ ഒരു ആക്രമണം കൂടി ഇപ്പോൾ നടന്നിട്ടുണ്ട്. അവർ കുർദിസ്ഥാനിലുള്ള ഒരു US ബേസ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി എന്നാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാനാകുന്ന വിവരം. ഇറാഖിലും ഈ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തെ തുടർന്ന് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയുള്ള അവരുടെ ഇറാഖിലുള്ള ഷിയ നേതാവായിട്ടുള്ള മുഖ്ത അൽ സദർ, അദ്ദേഹം ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാഖിൽ 3 ദിവസത്തെ ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാഖി റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും കുർദിസ്ഥാനിലുള്ള US ബേസ് കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടന്നത്. അപ്പോൾ ഇറാഖും കൂടി ഈ സംഘർഷങ്ങളിൽ വരുന്നു എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള വിവരം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് US-നും ഇസ്രായേലിനും കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കൂടുതൽ ഇത്തരത്തിൽ ഈ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ഇറാഖും ഈ ഒരു മേഖലയിലെ ആക്രമണത്തിലേക്ക് വരും, US കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് ഇറാഖ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആ വാദങ്ങൾ തെളിയിക്കുന്ന തരത്തിലാണ് നിലവിൽ കുർദിസ്ഥാനിലുള്ള US ബേസ് കേന്ദ്രീകരിച്ച് ഇറാഖിലെ റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അമേരിക്കയും ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. US ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ടോംഹോക്ക് മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ചിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അവർ നേരത്തെ തന്നെ അവരുടെ ഈ B-20 ബോംബറുകൾ, അതുപോലെ തന്നെ പുതിയ മിസൈൽ സംവിധാനങ്ങൾ എല്ലാം കടലിൽ സജ്ജമാക്കി നിർത്തിയിരുന്നു. ഇപ്പോൾ ടോംഹോക്ക് മിസൈലുകൾ എന്ന് പറയുന്ന വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങളും കൂടി US ഈ സംഘർഷത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അങ്ങനെ ഇറാനെ തരിപ്പണമാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം അത് US-ന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിനെതിരെ നിരവധി എതിർപ്പുകൾ അത് US-നകത്തു നിന്നും പുറത്തു നിന്നും വരുന്നുവെങ്കിലും ട്രംപിന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് പിന്നാലെ ഇനി ഇറാനുമായിട്ടുള്ള ഒരു ആശയവിനിമയം, ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം അത് കൂടുതൽ സുഗമമാകും എന്നാണ് ട്രംപ് പറയുന്നത്. ഡിപ്ലോമസി വിൽ ബി മച്ച് ഈസിയർ ആഫ്റ്റർ അറ്റാക്കിംഗ് ഇറാൻ എന്നതാണ് ട്രംപിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് വളരെ വലിയ എതിർപ്പുകളാണ് പ്രത്യേകിച്ച് US കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നത്. ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പല ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളും ഈ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് തീർച്ചയായിട്ടും അതുമാത്രമല്ല, ട്രംപിന്റെ അനുയായികളായിട്ടുള്ള ചില റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ പോലും ഇതേ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ ഒന്നും ആലോചിക്കാതെ ചാടിക്കയറിയുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ജനീവയിൽ ഇത്തരത്തിൽ ഒരു ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് കടന്നത് അതൊരിക്കലും അനുചിതമാകില്ല എന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും പ്രകടിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക. അടുത്ത ഘട്ട ചർച്ചകൾ, 4ാം ഘട്ട ആണവ ചർച്ചകൾ അടുത്ത ആഴ്ച വിയന്നയിൽ വെച്ച് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ചാടിക്കയറി
കയറിയുള്ള ഒരു ആക്രമണം എന്നതും എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരമൊരു ആക്രമണം ഈ ചർച്ചകൾക്കിടയിൽ ഇത്ര വലിയൊരു ആക്രമണം അതൊരിക്കലും ഇറാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇതൊരു റമദാൻ മാസമാണ്, പുണ്യമാസമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര വലിയൊരു ആക്രമണം നടത്താനുള്ള ഡോക്ടർ ജി ഗോപകുമാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജി ഗോപകുമാർ, അമേരിക്ക ഇതിനു മുൻപും പല സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ പല ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇറാനെയും ആക്രമിച്ചിട്ടുണ്ട്. അത് വളരെ കുറച്ച് ദിവസം നീണ്ടുനിന്ന ആക്രമണം മാത്രമായിരുന്നു, ആണവ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ ഇറാനിൽ ഒട്ടാകെ ആക്രമണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തിലേക്ക് അവർ വിജയിച്ച് വരുമ്പോൾ ഇനി വാട്ട് നെക്സ്റ്റ്, ഇനി എന്താണ് അവരുടെ മുന്നിലുള്ളത് എന്ന് ചോദ്യമുണ്ടല്ലോ. ഈ ആക്രമണം തുടരുമോ? ഇറാനെ പൂർണ്ണമായും നിലംപരിശാക്കും വരെ, അതോ തൽക്കാലം ലക്ഷ്യം പൂർത്തീകരിച്ച് പിൻവാങ്ങുമോ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഭരണമാറ്റമാണ് ലക്ഷ്യം. ഇറാനിലെ ഭരണമാറ്റമാണ് അവർ ലക്ഷ്യമിടുന്നത്. ആയത്തുള്ള ഖൊമേനിയെ വധിച്ചതിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം അമേരിക്കയ്ക്ക് അനുകൂലമായ അവരുദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ അവിടെ സ്ഥാപിക്കുക എന്നാണ്. ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ടാർഗറ്റ് കാണത്തില്ല. പക്ഷേ വളരെ കൺസർവേറ്റീവായ ആയത്തുള്ള ഖൊമേനിയും അതോടൊപ്പം അവരുടെ അനുയായികളും നടത്തുന്ന ഭരണത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വെല്ലുവിളികൾ ഏറെയാണ്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന് മാത്രമല്ല, അത് മറ്റു രാജ്യങ്ങളുടെ മേൽ കൊണ്ട് പതിപ്പിക്കാനുള്ള കഴിവും ഇറാനുണ്ട്. അതിപ്പോ നമ്മൾ കുറേശ്ശെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമല്ല, പക്ഷെ ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം വളരെ അടുത്തുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അമേരിക്ക വരെ എത്താനുള്ളൊരു സാഹചര്യം ഇറാൻ ഇല്ല. പക്ഷെ എന്നാൽ ഇറാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരുപാട് നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് വരുത്തി വെക്കാൻ പറ്റും പല രീതിയിൽ. അത് അമേരിക്കയുടെ നേവൽ ബേസസിനെയൊക്കെ ഗൾഫിൽ ആക്രമിക്കുന്നതിന്റെ ഒരു പ്രക്രിയ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം അടുത്തത് അവിടെ ഭരണമാറ്റം കൊണ്ടുവരിക, റെഷീം ചേഞ്ച് വന്നാലേ ഇത് അവസാനിക്കുള്ളൂ. പക്ഷെ തൽക്കാലത്തേക്ക് ഇത് യുദ്ധം നീട്ടാതെ എത്രയും പെട്ടെന്ന് ഇറാനകത്ത് ഒരു പ്രതിവിപ്ലവം ഉണ്ടാക്കി പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തി, ഇപ്പോൾ ശക്തിപ്പെടുത്തി അവർക്ക് അനുകൂലമായ ഒരു അയത്തുള്ള ഖൊമേനിക്കെതിരെ ആ പുരോഹിത വർഗത്തിനെതിരെയുള്ള താരതമ്യേന പുരോഗമന സ്വഭാവമുള്ള ഒരു ഭരണത്തെ കൊണ്ടുവന്നാൽ അമേരിക്കയുടെ താൽക്കാലിക താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും. ഇസ്രയേലിനും സമാധാനമാകാനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു താല്പര്യമാണ് ഇപ്പോൾ ഇറാനെ നിരായുധീകരിക്കുക ഇല്ലെങ്കിൽ ആ നിലയ്ക്ക് അതൊക്കെ ടാർഗറ്റ്സ് പറയാം എന്നല്ലാതെ വളരെ പെട്ടെന്ന് അവിടുത്തെ നിരായുധീകരണം ഇറാന് പറ്റില്ല. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഭരണമാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറാനിലേക്ക് ആക്രമണം കടുപ്പിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക വളരെ നാൾ യുദ്ധം കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഒരാഴ്ച കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനിടയ്ക്ക് നിർണായകമായ മാറ്റങ്ങൾ ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.